നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി എന്തൊക്കെയാ കള്ളശാസ്ത്രികൾ തട്ടിവിടാൻ പോകുന്നത്? അത് വിശ്വസിക്കാൻ കുറെ പേര്. മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ അയാൾ പറയും. പിള്ളേര് വന്നല്ലോ. ഇരിക്കെ. അച്ഛനു വേണ്ടി കർമ്മം ചെയ്യാൻ മനസ്സ് വന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതാണ് ശരിക്കുള്ള വിശ്വാസം. അവിടെ നമ്മുടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. പ്രശ്നങ്ങളിൽ തെളിഞ്ഞ കാര്യമാ ഞാനിനി പറയാൻ പോകുന്നത്. ആത്മാവിന് ഉചിതമായ ക്രിയകൾ ചെയ്ത് യാത്രയാക്കാത്ത കാലത്തോളം ആവാസസ്ഥലം വിട്ട് ആത്മാവിന് പോകാനാവില്ല. പക്ഷേ ഇവിടെ പരേതാത്മാവ് തറവാടിന് ഒരു രക്ഷാകവചമായി നിലയുറപ്പിച്ചിരിക്കുന്നു. പല ആപത്തുകളിൽ നിന്നും മകന് രക്ഷയായി മാറി. ഇതൊക്കെ തട്ടിവിടാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു? വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാൻ ഇയാൾക്ക് കുറച്ച് ഉളുപ്പ് വേണ്ടേ? തൊണ്ട തൊടാതെ വിഴുങ്ങാനും ആളുണ്ടല്ലോ. ആത്മാവ് വീട് വിട്ടു പോകുമ്പോൾ ആപത്തുകൾ വന്ന് ഭവിക്കാൻ സാധ്യത കാണുന്നു. മംഗലശ്ശേരിയിലെ ഇളം തലമുറയിൽപ്പെട്ടവർക്ക് നല്ല കരുതൽ വേണം. ജീവാപായം വരെ സംഭവിക്കാം. കുട്ടി ഈ വീട്ടിലെ അംഗമല്ലെന്ന് എനിക്കറിയാം. കർമ്മബന്ധവുമായി നോക്കുമ്പോൾ ഈ കുടുംബവുമായി അടുത്തു നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്കും ഞാൻ ഈ പറഞ്ഞത് ബാധകമാണ്. കുട്ടി മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടല്ലേ? അവളെ ഞാൻ എൻ്റെ മകളായിട്ട് കാണുന്നു. അതെനിക്ക് മനസ്സിലായി. ആപത്തെന്ന് പറഞ്ഞാൽ പരിഹാരമില്ലേ? നമുക്കതേപ്പറ്റി വിശദമായൊന്ന് നോക്കാം. ആദ്യം കർമ്മത്തിലേക്ക് കിടക്കാം. അതെ, കുട്ടികളെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? ഈ നിൽക്കുന്നവരെ പോലെ അന്ധവിശ്വാസികളല്ല ഇവര്. വിദ്യാഭ്യാസം അറിവും ഉള്ളവരാ. അതെ, സയൻസിന്റെ ലോകത്തായി ഇവര് ജീവിക്കുന്നത്. അവരെ വിളിച്ചു നിർത്തി പേടിപ്പിക്കരുത്, അതേത് വിശ്വാസത്തിന്റെ പേരിലായാലും. കാഞ്ചനെ, നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചു? നിനക്കിതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ വീട്ടിലെ മൂത്ത മകളാ. കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടാ ഞാൻ പ്രതികരിക്കും. ഇയാളെ പണത്തിന് വേണ്ടി പറയുന്നതൊന്നും കേട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.